ബൈ ഹരി, വിധിയുണ്ടെങ്കിൽ ഇനി നമുക്ക് എപ്പോഴെങ്കിലും കാണാം. അതും പറഞ്ഞ് മോളുടെ കൈ പിടിച്ച് റോഡ് ക്രോസ് ചെയ്തു പോകുന്ന മീനുവിനെ ഹരി വേദനയോടെ നോക്കി. അവൾ തിരിഞ്ഞു നോക്കുമെന്ന പ്രതീക്ഷയിൽ അവൻ നിന്നു. പക്ഷെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവൾ ഒരു ഓട്ടോ കൈ കാണിച്ച് അതിൽ കയറിപ്പോയി. സെക്രട്ടേറിയറ്റിൽ ടൈപ്പിസ്റ്റാണ് മീനു. സ്വന്തം നാട് ആലപ്പുഴ. ഇവിടെ ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ട് മോളോടൊപ്പം താമസിക്കുന്നു. ഹരി ഇതേ നാട്ടുകാരനാണ്. അവിടെ അടുത്തുള്ള സ്കൂളിൽ മാഷ്. മീനിനോട് ജോലിയായ വിവരാർത്ഥ സുഹൃത്തായ വേണി പറഞ്ഞാണ് അറിഞ്ഞത്. അവളോട് നമ്പർ വാങ്ങി വിളിച്ചപ്പോൾ പാളയത്തുള്ള കല്യാണ സിൽക്കിൽ വെച്ച് കാണാൻ സമ്മതിച്ചു. അവിടെ വെച്ച് കണ്ടപ്പോൾ എന്തോ ഒരു ഫീലിംഗ്. അവൾക്കൊരു മാറ്റമില്ല. 13 വർഷം മുമ്പത്തെ അതേ ആള്. അവൾക്ക് നാട്ടിലേക്ക് മാറ്റം കിട്ടിയ സന്തോഷത്തിലായിരുന്നു. ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ ഇവിടെ. മക്കൾക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങി അവൾ ഇറങ്ങി. അവൾ പോയിട്ടും അവളുടെ ഗന്ധം അവിടെ നിറഞ്ഞു നിൽക്കുന്നതായി അവന് തോന്നി. രാത്രി മോളെ അടുത്ത് കിടത്തി കഥ പറഞ്ഞു കൊടുത്ത് ഉറക്കിയായിരുന്നു മീനു. അപ്പോഴാണ് മൊബൈൽ അടിച്ച്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട് അവൾ കുറച്ച് സമയം ശങ്കിച്ച് നിന്നു. ഹരി. വീണ്ടും ബെല്ലടിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തു. മീനു, എന്നോട് ഇപ്പോഴും വെറുപ്പ് തന്നെയാണല്ലേ? എന്തിന്? 13 വർഷം കഴിഞ്ഞിട്ട് കണ്ടപ്പോൾ അതിൻ്റെ സന്തോഷമൊന്നും മീനുവിൻ്റെ മുഖത്ത് കണ്ടില്ല. എന്താ ഹരി പറയുന്നത്? എനിക്ക് ഭാര്യയോട് വെറുപ്പൊന്നുമില്ല. മീനുവിനോട് ബൈ പറഞ്ഞു പോകുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന ഞാൻ വിചാരിച്ചു. എന്തിനാണ് ഹരി ഇപ്പം അങ്ങനെയൊക്കെ? ഞാനിന്ന് വേറെ ആളുടെ ഭാര്യയാണ്, 2 മക്കളുടെ അമ്മയും. എന്നാലും മീനു ഒരെന്നാലും ഇല്ല. പണ്ട് ഞാൻ കെഞ്ചിയതല്ലേ ഹരിയോട്. അന്നൊന്നും ധൈര്യം കാണിച്ചിരുന്ന ഇപ്പം ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുമായിരുന്നു. ഓർമ്മയില്ലാന്നും ഞാനൊന്നും മറന്നിട്ടില്ല ഹരി. മീനു, എനിക്ക് വീട്ടിൽ കല്യാണാലോചനകൾ നടക്കുന്നുണ്ട്. എന്താ ഹരി പറയുന്നത്? മീനുവിൻ്റെ മടിയിൽ തലവെച്ച് മാനാഞ്ചിറ മൈതാനത്ത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ നോക്കി കിടക്കുകയായിരുന്നു ഹരി. സമയം രാത്രി 9 മണി. ഞാൻ പറഞ്ഞു ശരിയാ, ഇന്ന് അമ്മ വിളിച്ചിരുന്നു. കൊല്ലം ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൽ വിദ്യാർത്ഥികളായിരുന്ന 2 പേരും സുഹൃത്തുക്കളെല്ലാം കൂടി കോഴിക്കോടുള്ളൊരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോകാൻ വന്നതാണ്. തിരിച്ചു പോകാൻ ട്രെയിൻ മിസ്സായപ്പോൾ മാനാഞ്ചിറ കയറി. ഹരി എൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞില്ലേ? മാനാഞ്ചിറയിൽ ഇരുണ്ട പ്രകാശത്തിൽ ഹരിയുടെ കണ്ണിലേക്ക് അവൾ നോക്കി. പറഞ്ഞു, പക്ഷെ അമ്മയ്ക്ക് എതിർപ്പാ. അതെന്തേ? ആ തണുപ്പിൽ അവൾ ആകെ വിയർത്തു. കല്യാണത്തിന് ശേഷം ജോലിക്ക് പോകാൻ പറ്റില്ലെന്നാ അമ്മ പറയുന്നത്. നിനക്ക് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നില്ലേ? മെല്ലെ അവൾ എണീറ്റ് വേദനയോടെ ചോദിച്ചു. എൻ്റെ വീട്ടിൽ ആലോചനകൾ നടക്കുന്നുണ്ട്. അമ്മാവൻ്റെ മകൻ ദേവൻ എന്നെ മാത്രമേ കല്യാണം കഴിക്കുന്ന വാശിയില്ല. അമ്മയൊന്നും കേൾക്കുന്നില്ല. അപ്പം ഇത്രയുള്ളൂ നിനക്ക് എന്നുള്ള സ്നേഹം അല്ലേ? അമ്മയെ എതിർക്കാൻ എനിക്ക് പറ്റില്ല. പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. സ്ത്രീധനമായി കല്യാണം കഴിക്കണമെന്നായിരുന്നു അമ്മയ്ക്ക്. പിന്നെ നിന്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ അത് സാരില്ലെന്ന് വെച്ചു. ഇപ്പം നിന്നോട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ജോലിക്ക് വിടില്ല. നിനക്ക് സമ്മതമാണെങ്കിൽ വിവാഹം നടക്കും. ജോലിക്ക് വിടില്ലെങ്കിൽ എനിക്ക് ഈ വിവാഹം വേണ്ട. അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു. എൻ്റെ അമ്മ വളരെ കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിക്കുന്നു. വയസ്സാകാലത്ത് അമ്മയ്ക്ക് താങ്ങും തണലും ആവണം എനിക്ക്. മാത്രമല്ല, സ്ത്രീധനത്തിൻ്റെ പേരിൽ നിന്റെ അമ്മേനെ വിഷമിപ്പിക്കില്ലെന്നെന്താണ് ഉറപ്പ്? ഹരി. അവളുടെ വിളി കേട്ട് അവൻ്റെ ഓർമ്മകളിൽ നിന്നുണർന്നു. അന്ന് കോഴിക്കോട് മുതൽ കൊല്ലം വരെ ട്രെയിനിൽ ഞാൻ കരഞ്ഞെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? അന്ന് ആ കണ്ണീരിനോടൊപ്പം ഒലിച്ചു പോയതാ നിന്നോടുള്ള സ്നേഹം. മീനു, എനിക്ക് നിന്നെ കണ്ടപ്പോൾ ഒരു കുറ്റബോധം. എന്തിന്? നിന്നെ നഷ്ടപ്പെടുത്തിയതിന്. ഓഹോ, പിന്നെ എനിക്ക് വാശിയായിരുന്നു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു. നിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ദേവൻ്റെ പെണ്ണായി. പിന്നെ ഇപ്പോൾ 2 മക്കളുടെ അമ്മയും. അതൊന്നും സാരില്ല മോളെ, എനിക്ക് നിന്നെ വേണം. ഹരി, നിനക്കും ഭാര്യയും കുട്ടികളില്ലേ? എന്നിട്ടാണോ? ഭാര്യ അത് അമ്മയ്ക്ക് വേണ്ടി കഴിച്ചതാ. എൻ്റെ മനസ്സിൽ ഇപ്പോഴും എപ്പോഴും നീ മാത്രമാണ്. ഷട്ടപ്പ് ഹരി. ഇങ്ങോട്ട് ജോലി കിട്ടിയെന്നറിഞ്ഞ് നീ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് വേണ്ടി നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിച്ച്. നിനക്ക് വേണ്ടാത്തപ്പോൾ കളയാനും വേണമെന്ന് തോന്നുമ്പോൾ എടുക്കാനും ഞാൻ പാവയൊന്നല്ല. മീനു, നിങ്ങളുടെ മീനു മരിച്ചിരുന്നു അന്ന് മാനാഞ്ചേരിൽ. ഇത് ദേവൻ്റെ പെണ്ണ് മീനുവാ. നിന്റെ ഭാര്യ ആയിരിക്കണം നിന്റെ പെണ്ണ്. പിന്നെ ഹരി, നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ബൈ. അവൾ കോൾ കട്ട് ചെയ്ത് നമ്പർ ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് മോളെ കെട്ടിപ്പിടിച്ച് കിടന്നു. ദേവൻ്റെ പെണ്ണായി.